പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് മേഘ ബോബി. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനം വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മാസം 2023. അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ CMA എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കുമായിരുന്നു. CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ 2 സ്ട്രക്ചറായിട്ടാണ് എക്സാം ഉള്ളത്, ഇൻ്റർമീഡിയറ്റ് ലെവലും ഫൈനൽ ലെവലും. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. അമ്മ കൃപാസനത്തിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഇങ്ങനെ യൂട്യൂബ് വഴി കുറേ കണ്ട്, അങ്ങനെ അമ്മ വഴിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കിങ്ങനെ പോവാം എന്നുള്ളത്. അങ്ങനെ ഇവിടെ വരുമ്പോഴാണ് ഡിസംബർ 2023 എനിക്ക് ഫൈനലിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ എക്സാമുണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4 പേപ്പർ. അങ്ങനെ ഞാനിവിടെ വരുന്നു, വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഈ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് 8 പേപ്പറാണ് മൊത്തം, ഫൈനലും 8 പേപ്പർ. അപ്പോൾ ഇൻ്റർമീഡിയറ്റൊക്കെ യൂഷ്വലി ഓരോരുത്തർക്ക് പെട്ടെന്നൊക്കെ ക്ലിയർ ആവുന്നതാണ്. ഫൈനലാണ് എല്ലാവർക്കും ഒത്തിരി തവണ എഴുതി കിട്ടുന്നത്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ ഇൻ്റർമീഡിയറ്റ് എനിക്ക് 3 വർഷം എടുത്തു ക്ലിയർ ആവാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു, അങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു മെയിൻ കാര്യം, എൻ്റെ നിയോഗത്തിൽ എഴുതിയ ഒരു കാര്യം, എനിക്ക് ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം. എനിക്ക് ഇൻ്റർമീഡിയറ്റ് ഇങ്ങനെ ഒത്തിരി തവണ എഴുതിയ പോലെ വേണ്ട, ഫൈനൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി. അപ്പോൾ കാശ് രൂപമുണ്ട്, എണ്ണയുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അതെ, ഉടമ്പടി തൈലം, പിന്നെ ഉപ്പ്. അപ്പോൾ എനിക്ക് രാത്രിയിലാണ് ഞാനിരുന്ന് പഠിക്കുന്നത്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല, എനിക്കത് പറ്റാറുമില്ല, രാവിലെ എഴുന്നേക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതെനിക്കൊരു ചാലഞ്ചായിട്ട് തോന്നി. പക്ഷേ എൻ്റെ അമ്മ എന്നെ വിളിച്ചു, ഞാൻ 5:30 എഴുന്നേറ്റു. ഇടയ്ക്ക് മടിയുണ്ടെങ്കിലും പിന്നെ അത് എനിക്കൊരു റുട്ടീൻ പോലെയായി. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥന ചെല്ലുന്നു, മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് തിയറി പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ മാതാവിൻ്റെ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ ആദ്യം ഇരിക്കുന്നത് തന്നെ ലോ പേപ്പറിലായിരുന്നു. അപ്പോൾ ലോ പേപ്പർ തിയറി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ആ തൈലം അത് ഞാൻ കുരിശിൻ്റെ ആകൃതിയിൽ ടെക്സ്റ്റിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ഗ്രാജുവലി എനിക്ക് തോന്നി, ലോ ഇത്ര പഠിച്ച പോലെയല്ല, എനിക്ക് നല്ലപോലെ ഗ്രാപ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോരോ പേജുകൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എനിക്ക് ബാക്കിയുള്ള പേപ്പേഴ്സ് വെച്ച് എനിക്ക് ലോ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവം എനിക്ക് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനകളാണെങ്കിലും നല്ലപോലെ ചെല്ലാൻ തുടങ്ങി. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫാണെങ്കിലും എൻ്റെ സ്വഭാവമൊക്കെ ഒത്തിരി മാറാൻ തുടങ്ങി. വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ നല്ല രീതിയിലൊക്കെ ദേഷ്യമൊക്കെ കുറയുകയൊക്കെ ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ഞാൻ ഡിസംബർ 2023 എക്സാം എഴുതി. 4 പേപ്പർ എനിക്ക് ക്ലിയറായി. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന എക്സാം ജൂൺ 2024 അപ്പോൾ അന്നേരവും ഞാൻ 4 പേപ്പർ എഴുതി. അന്നേരം ഈ എക്സാമിന് പോകുമ്പോൾ കാശ് രൂപം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോയൊരു എക്സാമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പേപ്പർ. നല്ലപോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ടഫായിട്ട് വന്ന ഒരു പേപ്പറായിരുന്നു അത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ പോയി എന്ന് തന്നെ വിചാരിച്ചേ. കാരണം നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, ഒരു പേപ്പർ ഫെയിലായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ എഴുതണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാശ് രൂപം പിടിച്ചിട്ടായിരുന്നു മുറുകെ പിടിച്ചിട്ടായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ മാതാവിൻ്റെ ഇതൊക്കെ പിടിച്ചല്ലേ എഴുതിയത്, എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവായിട്ടൊരു എനർജി. അങ്ങനെ ജൂൺ 2024 എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഫൈനൽ ക്ലിയറായി. ഞാൻ ഒക്ടോബർ 2023 ഉടമ്പടി എടുത്തു. ജൂൺ 2024, അതായത് 2 ടേമിലാണ് എക്സാം നടക്കുക, ഡിസംബർ ടേമും ജൂണും. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം തന്നെ എനിക്ക് ഫൈനൽ ക്ലിയർ ആക്കാൻ പറ്റി. അത് പിന്നെ എനിക്കൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ടാമത് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു ജോലി കൂടെ കിട്ടി, നല്ല ജോലി കൂടെ കിട്ടിയിട്ട് സാക്ഷ്യം പറയണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത് സെപ്റ്റംബർ 2024. അങ്ങനെ ഇവിടെ വന്ന് പുതുക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ നിയോഗത്തിൽ എഴുതിയൊരു കാര്യമാണ്, എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ തന്നെ ജോബ് കിട്ടണം എന്നുള്ളത്.
ഞാൻ എഴുതി, ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ചെന്നൈയിലായിരുന്നു, ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ചെന്നൈയിലേക്ക് പോയി 3 ദിവസത്തെ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂവിനായിട്ട്. അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം എനിക്ക് നല്ലൊരു US MNC കമ്പനിയിൽ ഓഫർ ലെറ്ററോട് കൂടിയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അന്നേരം ഞാൻ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എനിക്ക് യൂഷ്വലി ഭയങ്കര പേടിയുള്ള ഒരാളാണ്. സംസാരിക്കുമ്പോൾ എഡറും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. കോൺഫിഡൻറ്റ് ആണെങ്കിലും പക്ഷേ ഭയങ്കര ഒരു എടർച്ചയൊക്കെ വരും. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് കൃപാസനത്തിലെ ഉപ്പ് ഞാൻ നാവിൽ കുരിശ് ആകൃതിയിൽ വരച്ച് അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ആൻസേഴ്സൊക്കെ പറഞ്ഞത്. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഒത്തിരി എന്താ പറയുക, ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എനിക്ക് ഒത്തിരി അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും കുഞ്ഞാണെങ്കിലും എനിക്കത് വലിയ വലിയ കാര്യങ്ങളാണ്. എൻ്റെ കാൽക്കുലേറ്ററൊക്കെ പെട്ടെന്ന് എക്സാമിൻ്റെ പോകുന്നതിൻ്റെ അന്ന് രാവിലെ പെട്ടെന്ന് കാൽക്കുലേറ്റർ വർക്കാവുന്നില്ല. അപ്പം ഞാൻ ഇത് തൈലം പുരട്ടി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കുരിശ് വരയ്ക്കുക. പക്ഷേ അത് വർക്കായി, പെട്ടെന്ന് വർക്കായി. അപ്പോൾ എനിക്കതൊക്കെ ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ കഴിഞ്ഞു. ഇപ്പം ഞാൻ 1 ഇയർ ആവുന്നു കമ്പനിയിൽ. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കുറച്ച് കുറച്ച് ദേഷ്യം വാശിയൊക്കെ നല്ലപോലെ കുറഞ്ഞു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് സാലറി കിട്ടുമ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറിയിൽ എനിക്ക് ഒരു നേരത്തെ ഫുഡെങ്കിലും കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ സാധിച്ചു. എൻ്റെ ഫസ്റ്റ് സാലറി എമൗണ്ട് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ ഒരു നേരത്തെ ഫുഡ് അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു തവണയായിട്ട് ജനറൽ ഹോസ്പിറ്റൽ അവിടെ ആണെങ്കിലും ഒരു നേരത്തെ കഞ്ഞി എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ പത്രം, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴായിരുന്നു ഉടമ്പടി എടുത്തതൊക്കെ. അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അക്രൈസ്ഡായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവർ CA പഠിക്കുന്ന പിള്ളേരുണ്ട്, ACCA പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഈ പ്രൊഫഷണൽ കോഴ്സ് നമുക്ക് ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത അറ്റംപ്റ്റ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒത്തിരി പ്രഷറാണത്. കുറേ പേര് ഡ്രോപ്പ് ചെയ്ത് പോകുന്നതുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ ഈ പത്രം കൊടുത്തിട്ട് ഞാൻ പറയുമായിരുന്നു, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ഡിസംബർ ആയപ്പോൾ തന്നെ എൻ്റെ ഒരു ടഫായിട്ടുള്ളൊരു പേപ്പറാണ് എനിക്ക് ആദ്യത്തെ ഇത് തന്നെ കിട്ടിയത്, 4 പേപ്പർ. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ പറയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടി. അങ്ങനെ 2-3 പേർക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഞാൻ വഴി എൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും എൻ്റെ ഫാമിലിയിലാണെങ്കിലും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. മേഘ ബോബി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളാണ് നമ്മോട് പങ്കുവെച്ചത്. മകൾ പറയുന്നുണ്ട്, നേരത്തെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും മകൾ മറ്റുള്ളവരോട് പറയുമ്പോഴും ഇത് അനുഭവമുള്ളതാണോ അതോ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നതാണോ എന്ന വലിയൊരു വിമർശനം മകൾ നിരന്തരം കേൾക്കുന്നുണ്ടെന്ന്. ഉടമ്പടി ജീവിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവരുടെ ജീവിത വിഷയങ്ങൾ അമ്മ മാതാവ് ഏറ്റെടുത്ത് അനുഭവങ്ങളായി നൽകുന്നത് നമുക്ക് കാണാനാവും. ഈ അൽത്താരയിൽ വന്ന് ഉടമ്പടി സാക്ഷ്യങ്ങൾ പറയുന്ന മക്കൾ ഓരോരുത്തരും ഒരുപക്ഷെ ഇവിടെ ഉള്ളവർ ആദ്യമായി കാണുന്നവരാണ്. നമുക്ക് ഇവരുടെ ഉടമ്പടിയുടെ പത്രം കാണുമ്പോൾ രേഖകൾ നമുക്കുള്ളത് ഉടമ്പടി പത്രമാണ്. ഉടമ്പടി പത്രം കാണുമ്പോഴാണ് എത്ര നാളായി ഈ മക്കൾ ഉടമ്പടി ജീവിക്കുന്നു, എത്ര തവണ ഇവർ പുതുക്കി, ഇവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അസസ്മെൻ്റ് എങ്ങനെയാണ്, കുർബാന എങ്ങനെ പങ്കെടുക്കുന്നു, കുമ്പസാരമുണ്ടോ, വചനം വായിക്കുന്നുണ്ടോ, അത് ആ ക്ലാപ്പ് പേപ്പർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആത്മീയ ജീവിതം ഇവരെങ്ങനെയാണ് നിലനിർത്തുന്നതെന്ന്. ഇതൊരു വിശ്വസ്തതയ്ക്കുള്ള മറുപടി മാത്രമാണ്. നമുക്ക് തമ്പുരാനോട് വിശ്വസ്ത പുലർത്തുവാൻ സാധിക്കുമോ,
ദൈവം ജീവിതത്തിൻ്റെ വിഷയങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയും. ഇതാണ് ഉടമ്പടിയിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് എളിമപ്പെട്ട മനസ്സോടെ പൂർണ്ണപ്പെട്ട ശരണത്തോടെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം കൂടുതൽ വിശ്വസ്തതയിലേക്ക് വളർത്തുക? നിങ്ങൾ എന്നിൽ വസിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. വസിക്കുക എന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ ജീവിത രീതി അത് നമ്മളോടൊപ്പം എന്നും നിലനിൽക്കുമ്പോഴാണ് ക്രിസ്തു വസിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുക. നമ്മളെ തന്നെ ഒരു ആന്തരിക പരിവർത്തനത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്ന ഓരോ ദൈവാനുഭവവും. അത് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നിൻ്റെ കൂടെ നീ വിളിക്കുന്ന ദൈവം കൂടെ നിന്ന് സഹായിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഈ മകൾ അതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക. ഒരു കാൽക്കുലേറ്റർ വർക്ക് ചെയ്യാതിരുന്നപ്പോൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ പൊടുന്നനവെ അത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലും അതുപോലും വലിയ അത്ഭുതമായി മകൾ കണക്കിലെടുക്കുവാൻ കാരണം, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ നേർച്ച വസ്തു പ്രയോഗിച്ചാൽ, ഞാൻ അമ്മ മാതാവിനെ വിളിച്ചാൽ അതിൻ്റെ ഫലവും ഉത്തരവും എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അമ്മ നൽകുന്നുണ്ട് എന്നതിൻ്റെ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഈ ഒരു ഉറപ്പാണ് കൈമാറുന്നത്. നിങ്ങൾ ദൈവഹിതം പ്രകാരം ജീവിക്കുവാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിത്തരും. അത് അനുഗ്രഹങ്ങളായി അനുഭവിക്കുവാൻ, അത് നല്ല രീതിയിൽ കൺവട്ടത്ത് കാണുവാൻ അമ്മ മാതാവിലൂടെ ഈശോ നമ്മളെ സഹായിക്കുമെന്ന്. അതുകൊണ്ട് ഉടമ്പടി വിശ്വസ്തതയുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. ഉടമ്പടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിത പ്രകാരം ജീവിതത്തെ ഒന്ന് ആത്മപരിവർത്തനത്തിന് തയ്യാറാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് ദേഷ്യം മാറിപ്പോകുന്നത്, കലഹങ്ങൾ മാറിപ്പോകുന്നത്, വേഗത്തിൽ രമ്യതപ്പെടുവാൻ പറ്റുന്നത്, അന്ന് വരെ പോയിട്ടില്ലാത്തവർ പോലും അനുദിന ദിവ്യബലിക്ക് പോകുവാൻ സാധിക്കുന്നത്. കാരണം ഒരു ആന്തരികമായ പരിവർത്തനം ഉടമ്പടിയിലൂടെ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. ഈ ആന്തരിക പരിവർത്തനത്തിന് നമ്മളെ കൂടി അമ്മ മാതാവ് കരം പിടിച്ച് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ സൗഖ്യാനുഭവങ്ങൾക്ക്, ജോലിക്ക്, പഠന വിജയത്തിന്, കുടുംബജീവിതത്തിൻ്റെ എല്ലാ നല്ല അവസ്ഥകൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.